ഗായ്സ്, ഇന്ന് നമ്മൾ ഹോസ്റ്റലിലോട്ട് പോവാണ് കേട്ടോ. അതിനു മുമ്പ് ഉമ്മാൻ്റെ വീട്ടിലൊന്ന് പോകണം. ഈ വിളിക്കുന്ന നമ്മുടെ ഉമ്മാൻ്റെ അനിയത്തിയാണ് കേട്ടോ. പിന്നെ വേറൊരു അനിയത്തിയുണ്ട്, അവരുടെ കൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ ഉമ്മച്ചിയുടെ നാട് വായക്കാട്. നല്ല ഭംഗിയാട്ടോ ഇവിടെയൊക്കെ കാണാൻ. ഇവിടെ കൂടുതലും വയലും വാഴകളുമാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ടാണ് ഈ വായക്കാട് എന്നുള്ള പേര് വരാൻ തന്നെ കാരണം. പിന്നെ ഇവിടെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇതിലൂടെ നടക്കാനൊക്കെ ഇറങ്ങും. അപ്പം നല്ല രസമാണ് കേട്ടോ കാണാൻ. നമ്മൾ ഉമ്മച്ചിയുടെ വീട്ടിലെത്തിയിട്ടോ. അപ്പം ബാഗ് ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ക്യാമറ നല്ലപോലെ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു വിധത്തിൽ ക്യാമറയും ഫോണും പിടിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ ബാഗ് ഒരു സ്ഥലത്ത് വെച്ചു. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഉമ്മാൻ്റെ വീട്. അപ്പം നമ്മൾ ബാഗ് ഫുള്ള് എടുത്തിട്ടില്ല. അപ്പം അത് എടുക്കണം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. എന്തേലും പറ. സബ്സ്ക്രൈബ് ചെയ്യാലേ, സബ്സ്ക്രൈബ് ചെയ്യാ, വെള്ളേക്ക് നിൽക്കുക, രക്ഷപ്പെടട്ടെ. കൂട്ടത്തിൽ ഒരാളെങ്കിലും എന്താ സെലിബ്രിറ്റി ആയിട്ട്. പണ്ടൊക്കെ ഞാൻ ഇവിടെ തന്നെയായിരുന്നു. പിന്നെ ഹോസ്റ്റലൊക്കെ കിട്ടി, അവിടെ ഹോസ്റ്റലിലോട്ട് മാറി. അങ്ങനെ നമ്മളിങ്ങോട്ട് വരൽ കുറഞ്ഞു. പക്ഷെ നമ്മൾ വരാറുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ വരും. പിന്നെ ഞാൻ കുറച്ച് മിററൊക്കെ ഉണ്ടപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് 7 അങ്കിൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരിൽ ഒരാളെ വീടാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഞങ്ങോട്ട് വരുന്നെന്താ സെൽഫിയാണോ? ഡിമാൻഡാണ്, തിരക്കാ. ആണോ? അടുത്തതായിട്ട് നമുക്ക് സൈക്കിൾ ഓട്ടാം ഗൈസ്. പണ്ട് ഇവിടെ വരുമ്പോൾ ഞാനിപ്പോഴും ഓട്ടാറുണ്ടായിരുന്നു. എനിക്ക് ദേശത്തെ വഴിയേറിയില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ. ഇതാ കണ്ടോ ഗൈസ്, ബൊഗൈൻ വില്ലേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ എന്താ കാണിക്കാനുള്ളതിനോ? വായക്കാടിനെ കുറിച്ച് പറ. എനിക്കറിയില്ല. വായക്കാട് കാണിച്ചത് അധികം ടൈമൊന്നും ഇല്ല, എന്നാലും അതെ. അല്ലു ഇതാണ് ഞങ്ങളെ അമ്മമ്മന്റെ എന്താ പ്ലാവ് ചക്കൊക്കെ ഉണ്ട് കേട്ടോ. ചക്കൊക്കെ ഉണ്ട്, ഓരോ ദിവസം ഓരോ ചക്ക. അതെ, ചക്കൊക്കെ ഉണ്ട്. ഇവിടെ വന്ന ഇതൊക്കെയാണ് ഗൈസ്. ആരത്? പിന്നെന്താ ഉള്ള ഇവിടെ? ചെമ്പരത്തി. എന്തിനാ ചെമ്പരത്തി? എന്തിനാ? ചെവി ചൂടാന. അങ്ങനെ നമുക്ക് പോവാൻ ടൈമായി ഗൈസ്. ഫ്രീ ആയി നമുക്കൊരു 35-40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആരെങ്കിലും മെല്ലെ കുറഞ്ഞു വരും. അങ്ങനെ ഞാനും അങ്ങളും വലിയ വലിയ ചർച്ചകളായിട്ട് കോഴിക്കോടിലോട്ട് പോവാട്ടോ.
അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയപ്പോഴാണ് നമ്മുടെ നയൻതാര പിന്നെയും അങ്ങനെ ഒരു 10-15 മിനിറ്റ് കാത്തിരിപ്പിനിടയിൽ നമ്മുടെ ബസ് എടുത്തു ഗൈസ്. അങ്ങനെ ബസ് എടുത്ത പാടെ തന്നെ ഞാൻ ഉറങ്ങി. ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ എണീച്ചപ്പോൾ ചുരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. മേപ്പാടി എത്തിയപ്പോൾ ഇവിടെ എന്തെല്ലോ കൊട്ടും മേളമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ബാഗൊക്കെ റെഡിയാക്കി ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ഓട്ടോ പിടിച്ച് പോകണം കേട്ടോ ഹോസ്റ്റലിലോട്ട് എത്താൻ. അങ്ങനെ നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ ഓട്ടോക്കൊക്കെ ചോദിച്ചു വീട്ടിലോട്ട് അയച്ചു കൊടുക്കാനാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് യൂട്യൂബ് ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫ്രീ പ്രൊമോഷനൊക്കെ കൊടുത്തു. ഈവനിങ് ആയാൽ ഇവിടുന്ന് കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടു. സ്കൈ ഒക്കെ നോക്കിക്കുക, നല്ല റെഡായിട്ട് ഒരു ഓറഞ്ച് കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ. യൂട്യൂബ് ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ്. ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഹോസ്റ്റലിലോട്ട് പോകാൻ. അപ്പം നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം. നല്ല ഭംഗിയല്ലേ ഗൈസ്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഹോസ്റ്റലിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ LH2. എത്ര 50. അപ്പം നമ്മൾ ഓട്ടോന്ന് ഇറങ്ങി നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോകാം. ഇതാണ് കേട്ടോ നമ്മളെ 4th ഫ്ലോർ. ഇവിടുന്ന് നോക്കിയാലും നല്ല ഭംഗിയാണ്. ഇവിടുന്ന് നോക്കിയാലും നല്ല വ്യൂസാണ് കേട്ടോ. അപ്പം നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന തന്നെ ഇതാണ് കേട്ടോ. ഇതിൻ്റെ നടുവിൽ നമുക്ക് നടുമുറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ഫ്ലോറിലുള്ള എല്ലാ റൂംസും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും, എല്ലാവരെയും കാണാൻ പറ്റും. നമ്മൾ ഈ നടുമുറ്റത്ത് നമ്മളെല്ലാം ഷട്ടിലും അങ്ങനെയുള്ള നമ്മൾ പ്ലേ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് റൂമിലോട്ട് കയറി നോക്കാം. റൂമത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. ഇപ്പോൾ ഒന്നേ ഉള്ളൂ. എന്താ പണി? ഫുള്ള് കാണല്ലേ? എന്താ ഗൈസ്, ഇതാണ് കേട്ടോ എൻ്റെ ബെഡ്. ഇതിങ്ങനൊന്നും അല്ലായിരുന്നു, സൗദാബി റെഡിയാക്കി വെച്ചതാണ്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഇന്നത്തെ ഡേ അവസാനിച്ചു ഗൈസ്. ബൈ ഗൈസ്.